ഗൈസ്, ഞാൻ ആ ഗിരിഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പക്ഷെ ഇപ്പം ചെയ്യരുതായിരുന്നു എൻ്റെ മനസ്സിൽ പറയണത്. ഇഫ് വിഷ് കുഡ് കിൽ എന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം വളരെ നോർമലായിരുന്നു. കുറച്ച് ക്യാരക്ടേഴ്സ്, ഒരു നോർമൽ കൊറിയൻ ഫീൽ ഗുഡ് പടം സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യണത്. നല്ല കുറച്ച് ക്യാരക്ടേഴ്സ്, നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ആവും. പിന്നീട് ആ ഒരു സീരീസിന്റെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോൾ ഒരു ആപ്പ് വരും, അതാണ് ഗിരിഗോ ആപ്പ്. ആ ആപ്പ് വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി എല്ലാം വീണ്ടും മാറും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 내 비밀은 바로 소원을 이뤄주는 앱이지. 길이고 응, 맞아. 네 사주랑 이름부터 종이에 써야 돼. 꼭 이 전송 버튼 누르시고. 소원이 이루어졌습니다. ഇതാണ് സംഭവം. ആദ്യത്തെ എപ്പിസോഡ് ഒരു രക്ഷയുണ്ടായില്ല. അവസാനത്തെ ക്ലിഫ് ഹാങ്കറോട് കണ്ടപ്പോൾ അടുത്ത എപ്പിസോഡ് അത് അപ്പോൾ തന്നെ പ്ലേ ചെയ്തു. സെക്കൻഡ് എപ്പിസോഡോ ഓക്കേഷ്. തേർഡ് എപ്പിസോഡോ ഏറ്റവും ശോകമായിട്ടുള്ള എപ്പിസോഡ്. ഈ ഹോൾ സീസൺ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് എപ്പിസോഡ് തന്നെ പറയാം. ഏറ്റവും മോശമായിട്ട് എഴുതിയ ഒരു എപ്പിസോഡ്. എവിടെ നോക്കിയോ ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഇഴച്ചല്. പക്ഷെ നാലാമത്തെ എപ്പിസോഡ് നമ്മൾ വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക്. ഗ്രിപ്പിംഗ്, ഇൻറ്റൻസ്, ഹൊറിഫൈങ് ആയൊരു, പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇതേ മോഡിലാണ് പോണത്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ വയലൻസ്, ഗോറ്, ഭയങ്കര ഡിസ്റ്റർബിങ് ആയ സീക്വൻസസ്. അതുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് കാണരുത്, അത് മനസ്സിൽ വെക്കുക. ഇനി ഇതിൻ്റെ മ്യൂസിക് കിടിലൻ, ആ ഒരു ക്രീപ്പി അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ട് സിനിമാറ്റോഗ്രാഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് വിഷ്വൽസും അതേപോലെ ഒക്കൾട്ട് വൈബൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്രീപ്പി ആയിരുന്നു കാണാൻ തന്നെ. സോ ഇതൊക്കെ മനസ്സിൽ വെക്കുക. ഓവറോൾ ഇതൊരു എൻഗേജിങ് ത്രില്ലർ തന്നെയാണ് ഇഫ് വിഷ് കുഡ് കിൽ എന്ന കൊറിയൻ ഡ്രാമ സീരീസ്. ആൻഡ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യരുത്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിള്ളേരുടെ അവസ്ഥ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ആ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് ജാഗ്രതയായിട്ട് മാറി നിൽക്കുക എന്ന് തന്നെ പറയാനുള്ളൂ.